നമസ്തേ. ഭക്തജനങ്ങൾക്കൊക്കെ നമസ്തേ. അനുഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട് ശ്രീകാന്ത്. എൻ്റെ ഒരു കുറേ കാലമായി പറയണമെന്ന് വിചാരിക്കണു. ബാംഗ്ലൂരാണ്. മോളിപ്പോൾ എബ്രോഡിലാണ്. വളരെ ചെറുപ്പത്തിൽ അവളെയും കൊണ്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ തൊഴാൻ വേണ്ടി പോയി, പതിവ് പോലെ. ഹസ്ബൻഡ് കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മോൾക്ക് പൂക്കളൊക്കെ വലിയ ഇഷ്ടമാണ്. അവിടെ അങ്ങനെ കിട്ടാറില്ലല്ലോ ഡൽഹിയിലൊന്നും. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും പൂ വയ്ക്കും. കുറച്ച് മുടിയേ ഉള്ളൂ, 4 വയസ്സോ എത്ര ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പൂക്കടക്കാർ ഇരിക്കുന്നുണ്ട് രണ്ട് സൈഡിലും. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അങ്ങോട്ട് വാങ്ങിയില്ല. ഹസ്ബൻഡ് അങ്ങോട്ട് ഫ്രണ്ടിൽ പോയി, അവളും അതേ പൂന്ന് പറയുന്നുണ്ട്. ഞാനും ശരി വേഗം അമ്പലത്തിൽ പോയി തൊഴുതിട്ടാവാൻ, ബാക്കി ലേറ്റ് ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഈ ഇതൊന്നും നെയ്ത്തിരിയുടെ ഒന്നും ഇല്ലല്ലോ, അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ക്യൂ നിന്നിട്ട് തന്നെ പോകണം. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് നടന്ന് നീങ്ങി തൊഴുതും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി, നമുക്കിങ്ങനെ പൂ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, പൂ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ പറഞ്ഞ് അവസാനം കൗണ്ടറിലെത്തി. പഞ്ചാര, ചന്ദനം ഒക്കെ ഞാനും മോളിൽ നിന്നും ഒക്കെ ക്യൂ ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് മടങ്ങാനാവുമ്പോൾ പ്രസാദങ്ങൾക്ക് എടുത്തു തരുന്ന ആ സർ ഒരു കഷ്ണം ഒരു മുല്ലപ്പൂ എടുത്തിട്ട് ഇതാ കുട്ടിക്ക് കൊടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ശരിക്കും അത്ഭുതമായി എനിക്കത് കേട്ടോ. നോക്കിയേ, ആ ഒരു കൊച്ചുകുട്ടി ഒരു ചെറിയ ആഗ്രഹം പോലും ബാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടില്ല. അതല്ലേ ഭഗവാൻ ഉദ്ദേശിച്ചത്, അല്ലേ? അതൊന്ന്. പിന്നെ ആ മോൾക്ക് വേണ്ടി ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറേ കൺഫ്യൂഷൻസുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ. പക്ഷെ ഞാനും ഹസ്ബൻഡും ഭഗവാനെ മാത്രം വിശ്വസിച്ച് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. നല്ല രീതിയിൽ മോള് ജനിക്കുകയും ചെയ്തു. ഇപ്പോൾ എബ്രോഡിലാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കല്യാണങ്ങളൊന്നും എത്രയും വേഗം ആലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഭഗവാൻ ആ ഒരു കൊച്ചു സങ്കടം പോലും മാറ്റിക്കൊടുത്താൽ ഭഗവാൻ അവൾക്കൊരു നല്ല ജീവിതം കൊടുത്ത് രക്ഷിക്കട്ടെ. എത്രയും വേഗം കല്യാണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ കാലിൽ, ഭഗവാന്റെ തൃപ്പാദത്തിൽ ഭക്തജനങ്ങളുടെ അറിവിന് വേണ്ടി ഈ ചെറിയൊരു അനുഭവം സമർപ്പിക്കട്ടെ.